പ്രൈസ് ലോർഡ്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ദോഷം മനുഷ്യനുള്ള ഒരു കാര്യമാണ്, ദോഷം വരുത്തുന്ന മനുഷ്യനുള്ള ഒരു കാര്യമാണ് അസൂയ അല്ല ജലസി എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ നോക്കിയാൽ എന്തോന്നറിയോ? എനിക്കില്ലാത്ത ഒരു കാര്യം മറ്റൊരുവൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന അസുഖമാണ് ഈ അസൂയ എന്ന് പറയുന്നത്. അയ്യോ എനിക്കതില്ല, അവനതുണ്ടല്ലോ, അയ്യോ അവനത് കിട്ടിയല്ലോ, അല്ലെങ്കിൽ അവനത് നന്നായിരിക്കുന്നല്ലോ എന്നുള്ള ഒരു ചിന്താഭാരമാണ് ഈ അസൂയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ വളരെ ദോഷമാണ്. വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4-5 വായിക്കുമ്പോൾ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നത് സ്നേഹം അസൂയപ്പെടുന്നില്ല. നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്, മനുഷ്യരോട് സ്നേഹമുണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഒരു നന്മ വരുമ്പോൾ നമുക്ക് ഒരിക്കലും അസൂയ വരുന്നില്ല. അയ്യോ അവൾക്കത് കിട്ടിയല്ലോ എന്ന് നമ്മുടെ ഹൃദയം നീറത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. നമുക്കതിൽ സന്തോഷമായിരിക്കും. കാരണം എല്ലാവരും നന്നായിരിക്കണം, ഈ സമൂഹത്തിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് അവരോടൊരു സ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ വ്യക്തിയോട് അസൂയ തോന്നില്ല. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ പ്രത്യേകിച്ച് മക്കളൊക്കെ ആയി കഴിയുന്നുണ്ടെങ്കിൽ പലരും ചിന്തിക്കുന്നത്, ഇന്നാടെ മക്കൾ ഇന്നത് പഠിക്കാൻ പോയി, അതുകൊണ്ട് എൻ്റെ മോൻ അല്ലെ മോള് ഇതിലും വലുത് പഠിക്കാൻ പോകണം, കാരണം എനിക്കില്ലാത്തത് അവനുണ്ട്, അതിലും വലുത് ഞാൻ വെട്ടിപ്പിടിക്കണം. അല്ലെങ്കിൽ വേറൊരുവന് ഹല്ലേലൂയ എനിക്കില്ലാത്ത ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അവനോട് മിണ്ടാതിരിക്കുക, അവനെപ്പറ്റി വേണ്ടാതിരിക്കാൻ പറയുക. ഇതൊന്നും നല്ലതല്ല, ഇതൊന്നും സ്നേഹത്തിൽ നിന്ന് വരുന്നതല്ല. നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ നിന്ന് നല്ലത് പുറപ്പെടും. നമുക്ക് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും. എല്ലാവരും നന്നായിരിക്കണം എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടാകും. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അസൂയം ശാഠ്യം ഉള്ളിടത്ത് കലഹവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. അപ്പോൾ എവിടെ അസൂയ ഉണ്ടോ, മറ്റുള്ളവർ നന്നാകുന്നതിന് വിരുദ്ധമായ എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? കലഹമുണ്ടാകും, പ്രശ്നം ഉണ്ടാകും, എപ്പോഴും ഫൈറ്റിംഗ് ആയിരിക്കും, എപ്പോഴും അവിടെ നല്ലതല്ലാത്ത പ്രവൃത്തികൾ ഉണ്ടാകും. സദൃശ്യവാക്യം 14:30 വായിക്കുന്നു, ശാന്ത ഹൃദയം ശരീരത്തിന് ജീവൻ തരും, അസൂയയോ അഷ്ടിപുടം എന്ന് പറഞ്ഞാൽ അസ്ഥിയെ ദ്രവിപ്പിക്കുമെന്ന്. ഈ അസൂയ നമ്മളെ അകത്ത് കിടന്ന്, അയ്യോ അവനതുണ്ടേ, അവൻ ഇങ്ങനെ ഉണ്ട്, അവൻ നല്ലതായി, അല്ല അവൾ നന്നായി, അവൾ ഇന്ന രീതിയിലൊക്കെ ജീവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുമ്പം നമുക്ക് തന്നെയാണ് ദോഷം. നമുക്ക് എന്തോ സംഭവിക്കും? നമ്മുടെ അസ്ഥി അല്ലെങ്കിൽ ദ്രവിച്ചു പോകാനിടയായിത്തീരും. അതുപോലെ തന്നെ നാം വ്രതാഭിമാനികളും അന്യോന്യം പോരാടുന്നവരും അന്യോന്യം അസൂയപ്പെടുന്നവരൊന്നും ആകരുതെന്നാണ് ദൈവവചനം പറയുന്നത്. നമ്മൾ അന്യോന്യം അസൂയപ്പെടരുത്. ആത്മീയ അസൂയുണ്ട്, അല്ലെങ്കിൽ ആത്മീയമായി ഒരുവൻ നന്നായാൽ അതിനും അസൂയപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും കിട്ടുന്നതിന് കണക്ക് പറയുന്നൊരു ദിവസമുണ്ട്. അത് ഭൗതികമായാലും ആത്മീയമായാലും ശാരീരികമായ ഏത് അനുഗ്രഹത്തിനും നമ്മൾ അധികം ദൈവത്തിനു വേണ്ടി പ്രയോജനം, അധികം കിട്ടിയവനോട് അധികം ചോദിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എല്ലാവരും സന്തോഷത്തോട് സ്നേഹത്തിൽ